ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ. ആ ഇത്തിരി നാളത്തിന്റെ സ്വരമാണോ? സ്വരം ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. వయసుజాలమో పలేదుర మరులుగున్న చిన్నదానిర తనువు బాధ తీర్చరావిర రావిరా సల 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 రగిలిన పరువపు. യാത്രയൊക്കെ നന്നായിരുന്നു. രജനീഷിനെ കാണാൻ വേണ്ടിയല്ലേ വന്നോ? രാരാ സരസകുരാരാ. രജനീകാന്ത് സാറാക്കും ഹീറോന്ന് ഇത് പറഞ്ഞതല്ല. രാഖി രാമാനെ ഞാൻ ഇവിടെ ഓടി വന്നൊരു ഫ്ലൈറ്റ് വിടുന്നു ചാടി പോയ കഥയാണിത്. ഞാൻ പറഞ്ഞു ഞാൻ പാടും. രാരാ ഇസ് മൈ ബ്ലഡ്. സഗമ പനി സനി പമഗ സശ്രോതശ്വനി എന്നുള്ള രാഗം. സഗമാ മാറ്റു പനി സനി പമഗ സനി ഒരു ദളം മാത്രം. അമൃതവർഷിണി രാഗം. രജനീഷ് തേങ്ങ എണ്ണയാണോ തള്ളി തേക്കുന്നത്? അല്ല അമൃതവർഷിണി അല്ല, തേങ്ങ എണ്ണ തേക്കുന്ന അമൃതവർഷിണി. രജനീഷ് എന്നെ വിടൂല കേട്ടോ. അങ്ങനെ വിടില്ല, വിടാൻ പറ്റില്ല. ആനന്ദാമൃത കർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദ. ദീക്ഷത്രയുടെ ഉണ്ട്. സാമഗാന സാർവഭൗമ ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം. അവൾ ആടുന്ന സമയത്ത് ഈ 1000 കണ്ണുകളാണ് ഇങ്ങനെ കൂടെ ആടിയത്. എന്ന് വെച്ചാൽ അത്രയും ആരാധകര് നോക്കി നിൽക്കുകയായിരുന്നു, അത്രയും സുന്ദരിയായിരുന്നു അവളെന്ന് പറയാൻ വേണ്ടിയിട്ടാ സാറ് അമൃതവർഷിണി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ഹൈ പിടിച്ചു. അപ്പൊ എന്നിട്ട് എന്ന് കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ട് ഒരു ഇറക്കം. ഭക്തിയാണെങ്കിൽ അതിനകത്ത് സങ്കല്പിച്ചതെങ്കിൽ ഭക്തിക്ക് ഇറക്കമില്ല, അവിടെ നിൽക്കും. അതിനകത്ത് അമ്മയെ കൊണ്ടുപോയി കുക്ക് ചെയ്തിട്ട് അമ്മ അത് കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എങ്ങനെ ശിവാംഗി ചീത്ത വിളിച്ചോ അമ്മയെ? അമ്മ സുമ്മാ ഇരി അമ്മ, என்ன நீ பண்றேம்மா? ബിന്നി കൃഷ്ണകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മാം. ശരിക്കും ഒരു കർണാടക സംഗീതജ്ഞ എന്റെ മുമ്പിലിരിക്കുന്നു. ഞാനാണെങ്കിൽ സംഗീതത്തിൽ അജ്ഞൻ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും ഉണ്ടല്ലോ രജനീഷിന്റെ ഒരു ഫാനാണ്. ഞാൻ ശ്രദ്ധിച്ചത് വിദ്യാസാഗർ സാറിന്റെ ഒരു ഇന്റർവ്യൂ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ആരാണ് ഈ മനുഷ്യൻ? സാധാരണ ഇന്റർവ്യൂവേഴ്സ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇത്രയും പാട്ടിനെ കുറിച്ച് ഇത്രയും ഗഹനമായി ഓരോ പാട്ട് നമുക്കാണ് ഒരു വരി പോലും ഓർമ്മ നിൽക്കുന്ന ആൾക്കാരല്ല കുറെ. ഓഫ് കോഴ്സ് അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരാളാണ്. ഈ തോം 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 ഒരു കണക്ഷൻ ഞാൻ പറയട്ടെ. ഈ ഷർട്ടാണ് ഞാൻ വിദ്യാസാഗർ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടത്. അതെന്തിനാ ഞാൻ സെലക്ട് ചെയ്തതെന്ന് അറിയാവോ? ഈ പാട്ട് ഞങ്ങൾക്ക് തന്നേന് എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി. അതുകൊണ്ട് അതേ ഷർട്ട് ഞാൻ സെയിം ഷർട്ട് ഇട്ടുകൊണ്ട് ഇപ്പൊ ഒരു കണക്ഷൻ ക്ലിയർ ആയി. വിദ്യാസാഗറിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഇന്റർവ്യൂ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ നമുക്ക് നോളജ് ഇല്ല എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളത് പൊളിക്കും. നോളജ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. ഇല്ല എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കും. കാരണം എന്റെ മുമ്പിലിരിക്കുന്ന ആളോട് കള്ളത്തരമൊന്നും നടക്കില്ല. നമുക്കത് ഇനി രജനീഷ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നമുക്ക് തുടങ്ങാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ ആ പേജിൽ നിങ്ങളുടെ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം കിടക്കുന്ന പാട്ടെന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷിന്റെ അറബിയില് ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ. ഈ സിനിമ സംഗീതം എന്ന് പറയാൻ നമ്മളൊക്കെ പോപ്പുലർ ആയിട്ട് അറിയുന്നേ ഉള്ളൂ. പക്ഷെ ഗ്രിപ്പും ബേസും കിടക്കുന്ന കർണാടകയിലാണ്. അതുകൊണ്ട് രാഗം പാടി തന്നെ തുടങ്ങി. പിന്നെ തീർച്ചയായിട്ടും പഞ്ചരത്നം കേട്ടിട്ടുണ്ടോ? എന്തരോ മഹാനുഭാവുലു. അതുപോലെ അതിലെ ഒരു രാഗമാണ് ഈ ആരഭി. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പാടണമെങ്കിൽ ഒരുപാട് പാടാം. ഇപ്പം രജനീഷ് ചോദിച്ചോണ്ട് അതൊരു കുട്ടിയായിട്ട് ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ
മംഗളഗന്ധം ആണിൻ കവിളിന് ഇക്കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത് രവീന്ദ്ര മാഷിൻ്റെ തന്നെ ആരഭയിൽ വേറൊരു പാട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വെറുതെ ഒരു പിണക്കം എന്ന് പറയുന്ന ഒരു സിനിമ, നെടുമുടി വേണു അദ്ദേഹത്തിൻ്റെ. അതെനിക്ക് ഞാൻ ഈ കൊച്ചിലെ ശ്രദ്ധിച്ചൊരു പാട്ടാ. മനസ്സേ നിന്റെ മണിനോപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു, നർത്തനം ചെയ്ത് തളർന്നിട്ടോ നാണം കൊണ്ട്. ആ നാണത്തിൻ്റെ പോക്ക് കണ്ടോ? നാണം കൊണ്ട് തരിച്ചിട്ടോ മനസ്സേ. മനസ്സിനോടുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം താഴേന്ന് മനസ്സേ. ഇങ്ങനൊരു കോമ്പോസിഷനൊക്കെ റെയറാ. സാധാരണ എല്ലാം മേലേന്നൊക്കെ ഇപ്പം ഇത്തിരി നാണം സാരി സാരി സരി മകരി അങ്ങനെ വരും. ആ ഇത്തിരി നാണത്തിന്റെ സ്വരമാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കൊരു ഡുവറ്റ് ഉണ്ട്. അതേപോലെ ഈ ആഭേരി രാഗം ഇത് കേൾക്കുന്നതല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് നോളജ് ഇല്ല. അതിലൊരു സിനിമാ പാട്ടും കൂടെ പാടുമോ? ആഭേരി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം വളരെ ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നഗുമോമു, നമ്മുടെ MG ചേട്ടൻ ചിത്രത്തിൽ പാടി. അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കർണാട്ടിക് മ്യൂസിക് എന്ന് പറയണത്. നഗുമോമോ ഘനലേ നീനാജാലി ദലിസി നഗുമോമോ ഘനലേ നാജാലി ദലിസി നനു രാധാ ശ്രീരഘോവരണി നഗുമോമോ. അടിപൊളി. ഇന്ന് നമ്മൾ പൊളിക്കും കേട്ടോ. പാട്ട് കംപ്ലീറ്റ് പാടിയിട്ടേ ഞാൻ വിടുള്ളൂ. ഇപ്പോഴത്തെ ഈ കാലഘട്ടം, കൊറോണ കാലഘട്ടം കഴിഞ്ഞുള്ളത് നിറയെ ഈ കഫ് കോൾഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഒരു 70% മാറിയിട്ടുള്ളൂ. എനിക്ക് പേടിക്കണ്ട, കഫം കോൾഡൊന്നുമില്ല. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ആ ഒരു കുറച്ച് ചില നേരം എന്തെങ്കിലും ഒരു ക്ലിക്ക് എന്ന് വരും. അത് കുഴപ്പമില്ല. അത് നമ്മൾ പായലേ വിട പൂപ്പലേ വിട അവിടെ നിർത്തും. കപ്പിനെയൊക്കെ പാട്ട് അതിൻ്റെ വഴിക്ക് പോകും. ശരിക്കും വിദ്യാസാഗർ സാറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആണ്. അത് വിദ്യാസാഗർ സാർ പലരെയും 10-36 ഗായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സാറിൻ്റെ ഒരു വലിയ ടോപ്പ് പാട്ട് അത് നമ്മളിവിടെ ഒരു മുறை വന്ന് പാർട്ടായി ചെയ്തു വെച്ചിട്ട് MG രാധാകൃഷ്ണൻ സാറ് അടിപൊളിയായി ചെയ്തു വെച്ച ഒരു സാധ്യതയെ അതിൻ്റെ തോം തോം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വേറെ കൊണ്ടുവന്നിട്ട് ബമ്പർ ഹിറ്റാക്കുക, സൗത്ത് ഇന്ത്യ മുഴുവൻ ഹിറ്റാക്കുക. ശരിക്കും അതിൻ്റെ തോം തോം വ്യത്യാസവും കൂടെ പറഞ്ഞ് സാറിലേക്ക് എത്തിയ ഒരു കാര്യം പറയും. ആക്ച്വലി ഞാൻ ഇതുപോലെ കർണാട്ടിക് മ്യൂസിക് മാത്രം പാടിക്കൊണ്ടിരുന്ന നേരത്ത് നിറയെ പേര്, നമ്മുടെ രാജാമണി സാറ് ഒക്കെ ഉണ്ടല്ലോ, മ്യൂസിക് ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ BA ചിദംബരനാഥ് മാഷ്, എങ്ങനെ മറക്കും? മാഷിൻ്റെ പാട്ടറിയാലോ, കേശാദി പാദം തൊഴുന്നേൻ കേശവ. അദ്ദേഹത്തിനെ കുറിച്ച്, കാരണം ഞാനൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പറയാതെ വിസ്മരിക്കാതെ വയ്യ. മലയാളം ശരിയാണോ? സ്മരിക്കാതെ വയ്യ. അപ്പം അങ്ങനെ BA ചിദംബരനാഥ് മാഷോ അദ്ദേഹമൊക്കെയാണ് പറഞ്ഞത്, മോളെ നിൻ്റെ സൗണ്ട് നല്ലതാണ്, സാധാരണ കർണാട്ടിക് ഇതിനേക്കാൾ അങ്ങനെ അതല്ല, നിൻ്റെ ഒരു ഡിഫറൻറ്റ് നിനക്ക് പാടാൻ ട്രൈ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വിദ്യാസാഗർ സാറിന് എനിക്ക് ആഗ്രഹം തോന്നി. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുമായി. ഇത്രയൊക്കെ ഞാൻ സിനിമ പാട്ടേ 30 വയസ്സ് വരെ പാടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ എനിക്ക് പാടാൻ ആഗ്രഹം തോന്നി. അദ്ദേഹത്തിനൊരു ഡെമോ കൊടുത്തു. അദ്ദേഹം ഒരു 5 മാസം കഴിഞ്ഞ് അദ്ദേഹം 10-25 പേരുടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. 25ാമത്തെ പാട്ട് ആണ് എൻ്റെ ഡെമോ ഇങ്ങനെ കേൾക്കണേ. നെക്സ്റ്റ് അങ്ങനെ എൻ്റെ കേട്ടപ്പം സ്റ്റോപ്പ്, ഇവരെ വിളിക്കാൻ പറഞ്ഞു മുരുകൻ്റെ അടുത്ത്. ഇതാണ് നടന്നത്. അപ്പം മുരുകൻ മാനേജർ ഉടനെ വിളിച്ചു. ബെന്നി കൃഷ്ണകുമാർ വൈഫ് താനും എന്ന് ചോദിച്ച് മുരുകൻ കൃഷ്ണകുമാറിനെ വിളിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു, ഒരു പാട്ട് പാടാനാന്ന്. ഞാനന്ന് അവിടെ ഇല്ല, ഞാൻ തൊടുപുഴയിൽ പിള്ളേരെയൊക്കെ കൂട്ടി ലീവാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്നപ്പം കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പം എന്നെ വിളിച്ചതേ വിദ്യാസാഗർ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വന്നു. അത് അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുക, തമിഴ് തെലുങ്ക് മലയാളം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ.
അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ വിളിച്ചു, വലിയൊരു പാട്ടാണെന്ന് പറഞ്ഞു, നീ ഉടനെ കയറി വരാമോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ചുമ്മയാ, കുട്ടികളൊക്കെ ആയിട്ട് വന്നല്ലേ, കൃഷ്ണകുമാർ നിങ്ങളെ കുട്ടികളെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ എന്താ രസം കൂടാനാ, നിങ്ങളവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ, ചുമ്മാ അടവാ. അപ്പം ഞാനും ശരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ആഴ്ച കഴിഞ്ഞ് ബിന്നി വരും, എന്നിട്ട് മതിയോ എന്ന് ചോദിച്ചു, ആദ്യമായിട്ട് പാടാൻ വിളിക്കുമ്പോഴേട്ടോ. അപ്പം മുരുകൻ ജി ഒരു കാര്യം പറഞ്ഞു, അണ്ണാ இந்த மாதிரி ഒരു ചാൻസ് ഇതുവരെ யாருக்கும் கிடைச்சதில்ல, இனிமே கிடைக்குமான்னு தெரியாது, அந்த மாதிரி ஒரு பாட்டுக்கு ஒரு படத்துக்கு தான் அந்த பாட்டுன்னு. രജനീകാന്ത് സാറാക്കും ഹീറോന്ന് ഇത് പറഞ്ഞതല്ല, രാഖി രാമാനെ ഞാൻ ഇവിടെ ഓടി വന്നൊരു ഫ്ലൈറ്റ് എടുത്ത് ചാടി പോയ കഥയാണിത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഓക്കെ ആവോ, എല്ലാവരും ഓക്കെ പറഞ്ഞു രജനീകാന്ത് സാറും. കാരണം അവർക്ക് താല്പര്യം നിത്യശ്രീ പാടിക്കാനായിരുന്നു. കാരണം അവരുടെ പടത്തിലെല്ലാം പാടി ഹിറ്റായത് ഒബ്വിയസ്ലി. പക്ഷെ സാറിന് ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിളിച്ചു. സാറിന് 100 നന്ദി. അത് 2005 ബെസ്റ്റ്, അന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് പ്ലേ ബാക്ക് സിംഗർ ഫിലിം ഫെയർ അവാർഡൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ 2006 ഫിലിം ഫെയർ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്ലേ ബാക്ക് സിംഗർ എന്നൊക്കെ അവാർഡ് കിട്ടി. ഇതൊക്കെ രസം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് തലേ വർഷം ചിത്ര ചേച്ചിയാണ് ഈ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയത് പ്ലേ ബാക്ക് സിംഗർ. അയ്യോ രാരയോ, സത്യം പറയാലോ 20 വർഷം ആവുന്നു ആ പാട്ട് പാടിയിട്ട്. എല്ലാരും ചോദിക്കും ഇവർക്ക് രാര ഉള്ളോ പാടാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പാടും, രാര ഇസ് മൈ ബ്ലഡ്. രാര ഞങ്ങളുടെ ബ്ലഡുമാണ്. മ്യൂസിക് ലവേഴ്സ് ആണോ രാര കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുക? ഇപ്പോഴും അടുക്കാത്ത എന്തുകൊണ്ടാ? അതാ അത് അദ്ദേഹം അതിനൊരു നല്ലൊരു രാഗം ഇട്ടു കേട്ടോ. അതായത് ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഇത്. കന്നഡ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അത് ശുദ്ധധന്യാസി രാഗത്തിലാണ് അവര് ഡയറക്റ്റ് ചെയ്തത്. സോ പി വാസു സാറ് പറഞ്ഞു എനിക്ക് അതേ രാഗത്തിൽ വേണമെന്ന്. വിദ്യാസാഗർ സാറ് അത്ര നോളജുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് തന്നെ പിടിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ ഈ സഗമപനി എന്നുള്ള ഒരു സഗമപനി ഇതാണ് ശുദ്ധധന്യാസി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്നാൽ ശരി അതിലെ നിഷാദം 2 ഇത് നീ 1 നീ 2 ആക്കി സഗമപനി സനി പമഗനി മാറ്റിവിട്ടു രാഗം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഞാൻ ഒരു വലിയ കൈയടി അടിച്ചത്. കർണാടക സംഗീതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം സ ഗ മ പ നീ രജനീഷ് നോക്കിയാൽ സ ഗ മ പ നീ സ നി പ മ ഗ സ വരും. അത് ശുദ്ധധന്യാസി പറഞ്ഞു സ ഗ മ പ നീ സ നി പ മ ഗ സ ശ്രോതശ്വനി എന്നുള്ള രാഗം. സ ഗ മ മാറ്റു പ നി സ നി പ മ ഗ സ നി ഒരു ദളം മാത്രം അമൃതവർഷിണി രാഗം. അതെ അതെന്താ പറയാമോ, ഞാൻ ഈ സഗമപവനിയുടെ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞ ഒരു സഗമ ഗാമ നീ വെച്ച് സാപ്പാസ എന്ന് പറഞ്ഞാൽ ചില അതിനൊരു വ്യത്യാസമില്ല. നടുക്കുള്ള ഈ ഇവന്മാര് ഗായും മായും നീയും കിടന്ന് കളിക്കണ ഇതൊക്കെ കർണാടക സംഗീതത്തിന്റെ പ്രത്യേകതയാണ്. സഗമപ ഇത് പർപ്പതി എന്നൊരു രാഗം. അതിന്റെ കൃഷ്ണകരോ ഭജമന പ്രഭതും കൃഷ്ണകരോ. ഇനി വേറെണ്ണം വരാം. മഞ്ഞമാസ പക്ഷി ഇതെല്ലാം പർപ്പതി രാഗമാണ്. സുമനേശ്വര രഞ്ജിനി എന്ന് ഒരു പേരുണ്ട് ആ രാഗത്തിന്. വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്. അതിലേക്ക് പോകുന്നതിന് അമൃതവർഷിണി വീണ്ടും വിദ്യാസാഗറിലേക്ക് വന്നിട്ട് രാര അത് ഇടയ്ക്ക് തുടങ്ങിയാൽ മതിയായിരിക്കും. അതെ അങ്ങനെ വിടില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. ഞാനേ നമ്മുടെ മദ്രാസിലെ ഈ സ്ട്രീറ്റ് പോലെയാ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ പോകും ഇങ്ങനെയാണ് സ്ട്രീറ്റ്. ഇവിടെ ഹരികൃഷ്ണൻ നഗർ സ്ട്രീറ്റ് കാണും, ഇവിടെ ഇന്ദിരാഗാന്ധി, ഇവിടെ ബാപ്പു ഗാന്ധി, അവിടെ ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റ്. ഇങ്ങനെയാണ് സ്ട്രീറ്റുകൾ. ഇവിടെ നിന്ന് നോക്കിയാൽ 5 സ്ട്രീറ്റിന് 5 പേര്. ഈ ഏത് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ദിടീന്ന് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്. റിമി ടോമി അവിടേക്ക് വരുമ്പോൾ റിമി ടോമി പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാണല്ലോ ഇത് ഷൂട്ട് ചെയ്ത് വരുന്നത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. അതെ അതെ.
അപ്പോൾ റിമി ഞാനൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവം എന്ന് വെച്ചാൽ ഈ തമാശ പറയുക ചിരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മനസ്സിലായി. എനിക്ക് സംഗീതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം തമാശ. സംഗീതം വിടുന്നില്ല, ഞാൻ ആ പാട്ട് പാടിപ്പിച്ചതിന് ശേഷം ബാക്കി ശരി. തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന ധീം തന వయసు జాలమో పలేదుర మరులుగున్న చిన్నదానిర తనువు బాధ తీర్చరావిర రావిరా సల 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 రగిలిన పరువపు సొద ఇది తడిపొడి తడిపొడి తపనల స్వరమిది రారా రారా సరసకు రారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలుకోరాదురా శ్వాసలో శ్వాసవై రారా. വാവ്, പുളി. അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശബ്ദം ഭയങ്കര കാച്ചിങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ദിവസവും സാധകം ചെയ്യുന്നത് കൊണ്ടാണോ ഇത്രയും രസമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അതിങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി വരണ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു കുളിരുണ്ടാവും. അതെ, അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ചുമ ഇങ്ങനെ വന്നിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടു, ഈ ഇന്റർവ്യൂവിനെങ്കിലും കഫത്തിന്റെ കാര്യം പറയരുത്. എന്റെ ചേച്ചിമാരെന്നെ ശരിയാക്കും. ആദ്യം എന്നെ ചേച്ചിമാരുടെ മക്കളും എൻ്റെ ചേച്ചിമാരുടെ മക്കള് ചിറ്റേ കഫം ഇവിടെ. ഈ കഫം ഒരു വില്ലനാ. ഒരു 70% മാറി. ഇത് കുഴപ്പമില്ല, ഇന്ന് മാറ്റിട്ടേ വിടുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അമൃതവർഷിണിയുടെ കാര്യം സംസാരിക്കും. രജനീഷ് തേങ്ങ എണ്ണയാണോ തലയിൽ തേക്കുന്നത്? ഞാൻ എണ്ണ തേക്കാറില്ല. സീരിയസ്ലി നിങ്ങൾ ആള് സത്യം പറ. അല്ല, ഞാൻ ഫേക്ക് അല്ല, ഞാൻ ഒറിജിനലാണ്. ആക്ച്വലി വിശ്വസിക്കണം പ്ലീസ്. അതായത് സാധാരണ തേങ്ങ എണ്ണ ഡെയിലി തേക്കുന്ന ആൾക്കാർക്കാണ് ഇവിടെ മറ്റേ ഇതൊക്കെ വരുള്ളൂ. മറ്റേ ഒരു അതായത് ടി വി കൂടെ അറിയുന്നുണ്ടോന്ന് അറിയില്ല, നേരിട്ട് ഇവിടെ ഭയങ്കര ഒരു ഗ്ലോ ഉണ്ട് നെറ്റിയില്. ഇവരൊക്കെ എന്നെ ചീത്ത വിളിക്കും കേട്ടോ, ക്യാമറ വെച്ചിട്ട്. ഇതെന്താ ഇങ്ങനെ വെളിച്ചം അടിക്കുമ്പോഴേ ഗ്ലോ വരുന്നു, ഇച്ചിരി മേക്കപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, സൗത്ത് ഇന്ത്യയിൽ മേക്കപ്പ് ചെയ്യാത്ത ഒരേ ഒരു ആങ്കർ ഞാനാണ്. അത് പോട്ടെ. അല്ല, അമൃതവർഷിണി അല്ല, തേങ്ങ എണ്ണ തേക്കുന്ന തേങ്ങ അല്ല, അമൃതവർഷിണി. ഞാൻ പറയട്ടെ, അമൃതവർഷിണിയിൽ ഇപ്പോൾ MG രാധാകൃഷ്ണൻ സാറ് ചെയ്തതാണ് ഒരു ദലം മാത്രം വിടർന്ന ഒരു ചെമ്പനീർ. അത് ONV സാർ എഴുതിയതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഒരു കണ്ടുപിടുത്തം ഞാൻ പറഞ്ഞുതരാം. ആ കണ്ടുപിടുത്തം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ടോപ്പ് പോകുന്ന സാധനമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ പോയി പിടിക്കില്ലേ? സാനി പമഗ ആ ആ ആ ഗാനാമൃതവർഷിണി. ഞങ്ങളുടെ ഗുരുജിയുടെ ഒരു ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഗുരുജിയുടെ ഒരു വർണ്ണമുണ്ട്. അത് കച്ചേരിക്കൊക്കെ ആദ്യം ഞങ്ങൾ പാടും. അമൃതവർഷിണി എന്ന് പറയുന്നത് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് രാഗമാണ്. കാരണം ഇതിൻ്റെ ഈ ഗാന്ധാരവും മധ്യമവും നിഷാദവും നമ്മൾ പാടേണ്ട രീതി പാടിയ ഈ മേഘത്തിലേക്ക്, മേഘങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണ് ഇത് മഴ പെയ്യുന്ന രാഗം എന്ന്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് മേഘമൽഹാർ പറയും, ഇവിടെ അമൃതവർഷിണി. അതുകൊണ്ട് ആ പേര് ഇറ്റ്സെൽഫ് എന്താ പറയണ, ആ പേര് അമൃതവർഷിണി. ഒരുപാട് കോമ്പോസിഷൻസ്. ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദ ദീക്ഷിതരുടെ ഉണ്ട്. പിന്നെ സുധാമയി സുധാനിധി സുമശരേക്ഷു കോദണ്ഡേ, അങ്ങനെ ഒരു കീർത്തനം. അതല്ല, ഞാൻ കീർത്തനത്തിനെ കുറിച്ച് പറഞ്ഞതാ. സാമഗാന സാർവഭൗമ. നമ്മുടെ ദക്ഷിണമൂർത്തി സ്വാമി ഗാനം ഫിലിമിലാന്ന് തോന്നണ ഒരു നീലലോചിത ശിതകാരിണി ഭവാനി ശക്തിഭാമിനി നീലലോചിനി നീലലോചിത ശിതകാരിണി ഭവാനി. ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഉണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ.
നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ ആഷാഢം പാടുമ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പാടിക്കുക. എനിക്ക് രണ്ട് ആഷാഢം പാടുമ്പോൾ അതാണ് പാടാൻ പറയണത് എൻ്റെ അടുത്ത്. അങ്ങനെ പോലെ വെള്ളാരം മുത്തും കൊണ്ട് ആകാശം മുത്തം കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൾ മീട്ടുന്നു മനസ്സിലും മൃദംഗമം മനസ്സിൽ മൃദംഗമായി ആഷാഢം പാടുമ്പോ അതുണ്ട്. രാധാകൃഷ്ണൻ സാറിന്റെ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു തലം മാത്രം ഓരോ തലവും വിടരും മാത്രകൾ ഓരോ വരയായി വർണ്ണമായി ഒരു മൺചുമരിൻ്റെ നീറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. താഴെയും കൂടെ പാടുമോ? ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ